അതായത് മുഖ്യമന്ത്രി ഇതുവരെ ഇത് പറഞ്ഞാൽ കാരണബോധം ഇതുവരെ മിണ്ടിയിട്ടില്ല ഈ കസ്റ്റഡിയിലെ ഈ ഇടിമുറികളെ കുറിച്ച്, കസ്റ്റഡിയിൽ നടക്കുന്ന ഇടിമുറികളെ കുറിച്ച്, അല്ലെങ്കിൽ ഈ പറയുന്ന ജനമൈത്രി പോലീസിന് പകരം തന്റെ പോലീസുകാർ മുഴുവനും ജനദ്രോഹ പോലീസുകാരാണ്, കൊലയാളി പോലീസുകാരാണ് എന്നുള്ളതിനെ കുറിച്ച് ഉയർന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം ആരോപണങ്ങളല്ല, തെളിവുകളെ കുറിച്ച് ഈ കാരണബോധം കമാന്നൊരക്ഷരം മിണ്ടിയിട്ടില്ല. എങ്ങനെ മിണ്ടാൻ? വായിൽ ശക്തിധരൻ പറഞ്ഞ പോലെ വായിൽ പഴമല്ല, വായിൽ അയ്യപ്പനാണ്. ഇപ്പോൾ അയ്യപ്പ ശരണം എന്ന് വിളിച്ച് നടക്കുകയാണ്. അയ്യപ്പന്റെ ശാപം പിണറായിയെയും കൊണ്ടേ പോകൂ. അയ്യപ്പ സംഗമൊന്നും നടന്നിട്ട് കാര്യമില്ല. എടാ പിണറായി വിജയ, കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയില്, എനിക്ക് തോന്നുന്നു 2 ദിവസം മുമ്പാണ്, മാതൃഭൂമി ചാനലിലെ ചർച്ചയിൽ മാധു ആയിരുന്നു ആ ചർച്ച നയിച്ചത്. അപ്പോൾ അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, ഒരു ന്യായീകരണ കാപ്സ്യൂളും തലയിലേറ്റി നടക്കുന്ന ഒരു വെട്ടാവളിയനുണ്ടല്ലോ, അനിൽകുമാർ എന്ന് പറയുന്ന, മൂക്ക് ഇങ്ങനെ പിടിച്ചുകാട്ട് ഇങ്ങനെ പീയുന്ന ഒരു അനിൽകുമാർ എന്ന് പറയുന്ന ഒരു വെട്ടാവളിയൻ, അങ്ങേപ്പുറത്ത് പാനലിൽ ഇരുന്നത് ചെക്കുട്ടിയായിരുന്നു. NP ചെക്കുട്ടി എന്ന് പറയുന്നത് കേരള പത്രപ്രവർത്തക ചരിത്രത്തിലെ ഏറ്റവും കരുത്തനായ പത്രപ്രവർത്തകൻ NP ചെക്കുട്ടി നേരത്തെ സഖാവായിരുന്നു കേട്ടോ. എന്താ പറയാ, SFIയിലൂടെയും ഒക്കെയാണ് കടന്നു വന്നത് ചെക്കുട്ടി. അപ്പം ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഞാൻ ജേർണലിസം പഠിക്കുന്ന ആ സമയത്ത് ചെക്കുട്ടി MA ഇംഗ്ലീഷ് പഠിക്കുകയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ. ഏതാണ്ട് നമ്മള് സഹപ്രവർത്തകരാണ്. NP ചെക്കുട്ടി എന്താ പറയാ, ഈ പാനൽ ചർച്ചയിൽ വന്നിരുന്നിട്ട് NP ചെക്കുട്ടി, എനിക്ക് തോന്നുന്നു ഇതാണ് അയ്യപ്പ സംഗമത്തെ കുറിച്ചുള്ള ഒരു ചർച്ചയായിരുന്നു. അപ്പോൾ NP ചെക്കുട്ടി പറഞ്ഞത് ഈ വിജയനും വാസവനും അങ്ങനെയായിരുന്നു NP ചെക്കുട്ടി പറഞ്ഞത്. വിജയനും വാസവനും പറയുന്നതൊന്നും വിശ്വസിക്കണമെന്നില്ല. അപ്പൊ വിജയനും വാസവനും എന്ന് പറയുന്നത് കേട്ടപ്പോ ഈ NP ആരുടെ ഈ വെട്ടാവളിയന്റെ നമ്മുടെ ന്യായീകരണ കാപ്സ്യൂൾ സ്പെഷ്യലിസ്റ്റ് അഡ്വക്കേറ്റ് അനിൽകുമാറിന്റെ രക്തം കൊണ്ട് തിളച്ചു. അനിൽകുമാർ പറഞ്ഞു, ഇമ്മാതിരി ആൾക്കാരുടെ കൂടെ ഞാൻ ചർച്ചയിൽ പങ്കെടുക്കില്ല. എന്ത് നിലവാരം കുറഞ്ഞ എന്താ പറയാ പാനലിസ്റ്റുകളാണ്. വിജയൻ എന്ന് വിളിക്കേ, വിജയൻ വാസവൻ എന്നൊക്കെ ഇയാൾ പറഞ്ഞു. അതായത് വിജയൻ എന്ന് പറയാൻ പാടില്ല എന്ന്. എന്നിട്ട് ചെക്കുട്ടി ചോദിച്ചു, വിജയനെ പിന്നെ വിജയൻ എന്നല്ലാതെ പിന്നെ എന്താ പറയാ, ആളുടെ പേര് വിജയൻ എന്നല്ലേ, മുഖ്യമന്ത്രിയുടെ പേര് വിജയൻ എന്നല്ലേ, വിജയൻ അല്ലാതെ പരനാറി എന്ന് വിളിക്കണോ? പണ്ട് അഖിൽമാരാർ ചോദിച്ചിരുന്നു. അഖിൽമാരാരോട് ഇതേപോലെ ചോദിച്ചപ്പോൾ പിണറായി വിജയനെ കുറിച്ച് അഖിൽമാരാർ എന്തോ വിശേഷിച്ചും പറഞ്ഞു, അങ്ങനെയൊന്നും വിശേഷിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോഴാണ് അഖിൽമാരാർ ചോദിച്ചത്, പിന്നെ പിണറായി വിജയനെ ഞാൻ എന്താ വിളിക്കേണ്ടത്, പരനാറി എന്ന് വിളിക്കണോ? കാരണം പരനാറി എന്ന് പിണറായി വിജയൻ വിളിച്ചതാണ് പ്രേമചന്ദ്രനെ. ഇനി കുലംകുത്തി എന്ന് വിളിക്കണോ? TP ചന്ദ്രശേഖരനെ വിളിച്ചതാണ്. നികൃഷ്ടജീവി എന്ന് വിളിക്കണോ? ഇത് വിളിച്ചത് താമരശ്ശേരി ബിഷപ്പിനെയാണ്. ഇങ്ങനെ പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് പിണറായി വിജയനെ വിളിക്കാം. കാരണം പിണറായി വിജയൻ എന്ന് പറയുന്നത് നമ്മുടെ പണിക്കാരനല്ലേ. പിണറായി വിജയൻ എന്ന് പറയുന്നത് ഈ നാട് ഭരിക്കാൻ വേണ്ടിയിട്ട്, ഈ നാട് ഭരിക്കല്ല, ഈ നാടിന് ഒരു സിസ്റ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തൽക്കാലത്തേക്ക് ഏൽപ്പിച്ച നമ്മുടെ ഒരു പണിക്കാരനാണോ വിജയൻ. അല്ലാതെ വിജയൻ മഹാനൊന്നുമല്ല. വിജയനെ ഈ നാടിനെ ഒരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു 5 വർഷത്തേക്ക് നമ്മൾ നിയമിച്ച, പൈസ കൊടുത്ത് നിയമിച്ച, ശമ്പളം കൊടുത്ത് നിയമിച്ച നമ്മുടെ ഒരു പണിക്കാരനാണ്. നമ്മൾ പറയുന്ന പോലെ ഇവൻ പ്രവർത്തിക്കണം. അല്ലാതെ പിണറായി വിജയൻ എന്ന് പറയുന്നത് കൊമ്പുള്ള ഒരു രാക്ഷസനൊന്നുമല്ല. അങ്ങനെ ആരും ഉണ്ടാക്കണ്ട. വിജയൻ എന്നുള്ളതല്ലാതെ വിജയൻ തമ്പുരാൻ എന്ന് വിളിക്കണം എന്നാണ് ഇവൻ പറയുന്നത്. ഈ വെട്ടാവളിയൻ അനിൽകുമാർ പറയുന്നത്. സൗകര്യല്ലടോ, വിജയനെ വിളിക്കുള്ളൂ. നിങ്ങൾ ചിലപ്പം കാരണഭൂതം എന്നൊക്കെ വിളിക്കും. കാരണഭൂതം എന്ന് വിളിക്കാൻ സൗകര്യമില്ല. പരനാറി എന്ന് വിളിക്കും ഇയാളെ. കാരണം ഇയാള് പ്രേമചന്ദ്രനെ പരനാറി എന്ന് വിളിച്ചെങ്കിൽ NK പ്രേമചന്ദ്രൻ എന്ന് പറയുന്ന ഇന്ത്യൻ പാർലമെന്റിലെ ഏറ്റവും കരുത്തനായ എന്താ പറയാ പാർലമെന്റേറിയനായ NK പ്രേമചന്ദ്രനെ പരനാറി എന്ന് വിളിച്ച വിജയനെ പരനാറി എന്ന് 1000 അല്ല 10,000 വട്ടം വിളിക്കാം നമുക്ക് ധൈര്യമായിട്ട്. കുലകുത്തി എന്ന് വിളിച്ചൂടെ? TP ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ധീരനായ വിപ്ലവകാരിയെ മരിച്ച ശേഷവും 51 വെട്ടി കൊന്ന ശേഷവും ഇയാള് എന്താ പറയാ ഇയാൾ ഇപ്പോഴും കുലംകുത്തി എന്ന് പറയുന്ന വിജയൻ എന്ന് പറയുന്ന നികൃഷ്ടജീവിയെ കുലംകുത്തി എന്ന് വിളിച്ചൂടെ? ഒരു പിതാവിനെ, പരിശുദ്ധ പിതാവിനെ നികൃഷ്ടജീവി എന്ന് വിളിച്ച പിണറായിയെയും നികൃഷ്ടജീവി എന്ന് വിളിച്ചൂടെ? എന്നിട്ട് അനിൽകുമാർ പറയാണ് വിജയൻ എന്ന് വിളിക്കാൻ പാടില്ല, വിജയൻ തമ്പുരാൻ എന്നേ വിളിക്കാൻ പാടുള്ളൂ. വിജയൻ തമ്പുരാൻ എന്നേ ഈ പറയുന്ന വേട്ടാവളിയനെ വിളിക്കാൻ പാടുള്ളൂ എന്ന് മറ്റൊരു വേട്ടാവളിയൻ പറയുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇവരുടെയൊക്കെ വിചാരം എന്താ?
ഇവരുടെയൊക്കെ വിചാരം എന്താ? പണ്ട് പ്രകാശൻ മാഷ് ഏതൊരു ചർച്ചയിൽ, എനിക്ക് തോന്നുന്നു മനോരമ ചർച്ചയിൽ പണ്ട് എന്താ പറയാ, ഒരു ബസ്സും വിളിച്ച് കാഴ്ച ബംഗ്ലാവ് പോലെ കേരളം മുഴുവൻ നടന്നിരുന്നല്ലോ നവകേരള സദസ്സ്. അപ്പോഴാണ് ഈ പ്രകാശൻ മാഷ് പറഞ്ഞത്, ഈ ജനങ്ങൾക്ക് ഈ പറയുന്ന 10-22 മന്ത്രിമാരെ നേരിട്ട് കാണുക എന്ന് പറയുന്നത് ഒരു അവരുടെ ഒരു ജീവിത അഭിലാഷമല്ലേ? അതായത് മന്ത്രിമാരെ, എന്തിനു മന്ത്രിമാരെ കാണണോ? ഈ മന്ത്രിമാരെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ പണിക്കാരാണിടോ ഈ മന്ത്രിമാര്, നമ്മൾ തെരഞ്ഞെടുത്ത ആൾക്കാര്. നമ്മുടെ നാടിനെ, നമ്മുടെ ഒരു സിസ്റ്റത്തെ ക്രമപ്പെടുത്താൻ വേണ്ടിയിട്ട്, നമ്മുടെ ഒരു ജീവനും സ്വത്തിനും സംരക്ഷണം ഒരുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കാലാകാലങ്ങളായി ആൾക്കാരെ ഇങ്ങനെ നിയമിക്കും. നമ്മളെ പറമ്പില് കൊത്താൻ വേണ്ടിയിട്ട്, തെങ്ങിന് തടമെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പണിക്കാരെ ഏർപ്പെടുത്തുന്ന പോലെ നമ്മുടെ റെസിഡൻസ് അസോസിയേഷന് ഒരു ക്രമം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റെസിഡൻസ് അസോസിയേഷന് ഒരു സെക്രട്ടറിയെയും പ്രസിഡന്റിനെയും ഒക്കെ നമ്മൾ തെരഞ്ഞെടുക്കുന്ന പോലെ നമ്മുടെ നാടില്, നമ്മുടെ സംസ്ഥാനത്ത് ചിട്ടയായ ഒരു ഭരണക്രമം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ജനങ്ങൾക്കൊക്കെ സ്വൈരമായി ജീവിക്കാൻ വേണ്ടിയിട്ട്, ഇവിടെ ഒരു സിസ്റ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ പണിക്കാരനാണ് ഈ പറയുന്ന പിണറായിയുടെ താഴെയുള്ള ഈ പറയുന്ന മന്ത്രിമാരും ഒക്കെ. ഇവരുടെ പ്രവർത്തനം ശരിയല്ല എന്ന് തോന്നിയാൽ എന്തോ നമ്മുടെ ഗതികേട് നമുക്ക് ഇവരെ തിരിച്ചു പിടിക്കാനുള്ള മാർഗ്ഗമില്ല. ഒരു 5 വർഷം നമ്മൾ ഇവർക്കൊരു സമയം കൊടുത്തിട്ടുണ്ട്. 5 വർഷം കഴിഞ്ഞിട്ടാണ് ഇവർ തെമ്മാടിത്തം കളിക്കുകയാണെങ്കിൽ ഇവരെ മാറ്റാനുള്ള അധികാരം നമുക്കേ ഉള്ളൂ. അതാണ് നമ്മുടെ ഒരു ഗതികേട്. അതിനുള്ള സമയമായി ഒരു 5-6 മാസം കൂടി കഴിഞ്ഞാൽ ആ ഒരു ദിവസം വരും. കാത്തിരിക്കുകയാണ് ജനങ്ങൾ. അല്ലാതെ ഈ അഡ്വക്കേറ്റ് കെ അനിൽകുമാർ പറയുന്ന പോലെ പിണറായി തമ്പുരാൻ എന്ന് വിളിക്കാൻ സൗകര്യമില്ലടോ, സൗകര്യമില്ല. പിണറായിയെ വിജയൻ എന്ന് വിളിക്കുള്ളൂ. MP ചെക്കുട്ടി പറഞ്ഞു, വിജയനല്ലാതെ പിന്നെ എന്താ വിളിക്കുക? വാസവൻ അല്ലാതെ പിന്നെ എന്താ വിളിക്കുക? അത്യാവശ്യം ബഹുമാനൊക്കെ നമുക്ക് തോന്നുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ചേട്ട എന്നൊക്കെ വിളിക്കാം. വിജയൻ ചേട്ട, വാസവൻ ചേട്ട എന്നൊക്കെ വിളിക്കാം. ബഹുമാനം തോന്നുന്നുണ്ടോ? ഇവരുടെ എങ്ങനെ ബഹുമാനം തോന്നുക? നമ്മളെ പണിക്കാര് നമ്മളെ നോക്കി കണ്ട് കൊഞ്ഞൻ കുത്തു. നമ്മൾ ഏർപ്പെടുന്ന പണിക്കാര് നമ്മൾ പറയുന്നത് കേട്ട് പണിയെടുത്തോളണം. അതിനാണ് നമ്മൾ ഇവരെ തെരഞ്ഞെടുത്തത്. അതിനാണ് ഇവർക്ക് നമ്മൾ പൈസ കൊടുക്കുന്നത്. കേട്ടാ, കഴിഞ്ഞ ദിവസം ഏതൊരു മുഖ്യമന്ത്രി പങ്കെടുത്ത മീറ്റിംഗിലെ ഈ കേൾക്കാൻ ആളുകളൊന്നും വന്നില്ല. അത്രയാ ആളുകൾക്ക് പ്രാന്തല്ലല്ലോ, ആളുകൾക്ക് വിവരം വെച്ച് തുടങ്ങി. സഖാക്കൾക്ക് പോലും വിവരം വെച്ച് തുടങ്ങി. പിണറായി കാരണഭൂതം എവിടെ പ്രസംഗിക്കാൻ വന്നാലും ആൾക്കാർ അങ്ങോട്ടേക്ക് പോകാറില്ല. നിർബന്ധിച്ച് ആൾക്കാരെ ഭീഷണിപ്പെടുത്തിയിട്ടൊക്കെ കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കിയാട്ടെ. പണ്ടത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെയൊക്കെ പ്രസംഗം കേൾക്കാൻ വേണ്ടിയിട്ടേ ആളുകൾ ഇങ്ങനെ ഒഴുകിയെത്തുമായിരുന്നു. ഇപ്പോഴതല്ല. കാരണബോധം എവിടെ ഉണ്ടോ ആ ഭാഗത്തേക്ക് ആളുകൾ തിരിഞ്ഞു നോക്കില്ല. എന്നിട്ട് ഇതിൽ കാരണബോധം ചൂടായിട്ടൊന്നും കാര്യമില്ല. കാരണഭൂതമേ ചൂടായിട്ട് കാര്യമില്ല. നിന്നെ വെറുത്തു കഴിഞ്ഞു. കേരളത്തിലെ ഏറ്റവും വലിയ വെറുക്കപ്പെട്ടവൻ ആരാ എന്ന് ചോദിച്ചാൽ കാരണഭൂതമാണ്. ഞാനല്ല പറയുന്നത്. യോഗത്തിൽ ആളുകൾ പറഞ്ഞു, മനസ്സിലാക്ക് കാരണഭൂതമേ, ചൂടായിട്ട് കാര്യമില്ല. നിന്നെ അത്രമാത്രം കേരളത്തിലെ ജനങ്ങൾ വെറുത്തിരിക്കുന്നു. അതിന്റെ ലക്ഷണമാണ്. ഒന്നുകിൽ നന്നാകാൻ നോക്ക്, അതല്ലാതെ സംഘാടകരെ കുറ്റം പറയണോ? വെറുക്കപ്പെട്ടവനെ. ഇതാണ് പിണറായി പോലീസ്. മനസ്സിലായല്ലോ? 17 നിരപരാധികളെയാണ് പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് പിണറായിയുടെ ഇടിയൻ പോലീസുകാര് കൊന്നുകളഞ്ഞത്. VD സതീശനൊക്കെ പ്രതിപക്ഷ നേതാവ് എന്നും പറഞ്ഞാണ്ട് ഇങ്ങനെ ഈ പ്രസ്താവന ഇറക്കി നടക്കുന്നതിന് പകരെ പിടിച്ചു പുറത്താക്കണം കാരണഭൂതത്തെയും സംഘത്തെയും. 17 പേരെയാണ് കൊലക്ക് കൊടുത്തത് കേട്ടോ. 1ഉം 2ഉമല്ല, 17 പേരെ കസ്റ്റഡിയിൽ വെച്ച് കൊന്ന പിണറായി സർക്കാരിന്റെ പോലീസിനെതിരെയാണ് ജനരോഷം ഇപ്പോൾ തിളയ്ക്കുന്നത്. പോലീസുകാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പോലീസുകാരെ ഇമ്മാതിരി ഗുണ്ടാപ്പണിക്ക് നിർബന്ധിക്കുന്നത്, ചെയ്യിപ്പിക്കുന്നത് അതിന്റെ തലപ്പത്തിരിക്കുന്ന രാഷ്ട്രീയക്കാരാണ്. ആഭ്യന്തര വകുപ്പിന്റെ തലപ്പത്തിരിക്കുന്ന രാഷ്ട്രീയക്കാരന്റെ പേര് ഞാൻ വീണ്ടും പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ കാരണഭൂതന്റെ ഈ കുട്ടിഭൂതങ്ങളല്ല, കാരണഭൂതന്റെ ഭൂതഗണം ഇവരൊക്കെ രക്ഷാപ്രവർത്തനം നടത്തുകയാണ് എന്ന് കാരണഭൂതം പണ്ടേ പറഞ്ഞിട്ടുണ്ട്. ലൈസൻസ് കൊടുത്തതാണ്. നിങ്ങൾ മർദ്ദിച്ചോ, നിങ്ങൾ തലമണ്ട അടിച്ചു പൊട്ടിച്ചോ, എന്നാലും നിങ്ങളെ ഞാൻ സംരക്ഷിക്കുമെന്ന് കാരണഭൂതം പറയുമ്പോൾ കാരണഭൂതത്തിന്റെ ശിങ്കിടികളായ പോലീസുകാർ ഇതിലപ്പുറവും ചെയ്യും. നന്നാക്കേണ്ടത് പോലീസുകാരെ അല്ല, നന്നാക്കേണ്ടത് കാരണഭൂതത്തെയും കാരണഭൂതത്തിന്റെ കൂട്ട് മന്ത്രിസഭയിലെ മറ്റു വാഴകളെയുമാണ്, മരവാഴകളെയുമാണ്. പറഞ്ഞു മടുത്തു. പക്ഷേ ഇതാ ഏതാനും മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ജനങ്ങൾക്കറിയാം എങ്ങനെയാണ് കണക്ക് തീർക്കേണ്ടത് എന്ന് ജനങ്ങൾക്ക് നല്ല ബോധ്യവും വിവരവുമുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വാർത്താ വിശേഷത്തിലേക്ക് സ്വാഗതം. നമുക്ക് ആദ്യമായിട്ട്
ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 5 പത്രങ്ങൾ എങ്ങനെയാണ് വാർത്തകൾ കൊടുത്തത്, പ്രത്യേകിച്ചും ഒന്നാം പേജിൽ എങ്ങനെയാണ് വാർത്തകൾ കൊടുത്തത് എന്ന് മാത്രമാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. നമുക്ക് ആദ്യം മാതൃഭൂമി നോക്കാം. മാതൃഭൂമിയുടെ മെയിൻ സ്റ്റോറി എന്ന് പറയുന്നത് നേപ്പാളിലെ കലാപമാണ്. അതായത് ജൻസി തീയായി നേപ്പാൾ തിരുത്തി എന്നാണ് പറയുന്നത്. അതായത് സാമൂഹ്യ മാധ്യമ നിരോധനം, അവിടെ കലാപം അതിരൂക്ഷമായപ്പോൾ സർക്കാർ ആ നിരോധനം പിൻവലിച്ചു. വാർത്ത ഇങ്ങനെയാണ് പറയുന്നത്. ഫേസ്ബുക്ക്, വാട്സാപ്പ്, ഇൻസ്റ്റഗ്രാം എന്നിവയുൾപ്പെടെ 26 സാമൂഹിക മാധ്യമങ്ങൾ നിരോധിച്ച നേപ്പാൾ സർക്കാരിന് നേരെ ജൻസി വിപ്ലവം എന്ന പേരിൽ യുവാക്കളുടെ പ്രക്ഷോഭം ആളിപ്പടർന്നു. വെള്ളിയാഴ്ച ആരംഭിച്ച പ്രക്ഷോഭം തിങ്കളാഴ്ച സുരക്ഷാ സേന അടിച്ചമർത്താൻ തുടങ്ങിയതോടെയുണ്ടായ അക്രമ സംഭവങ്ങളിൽ 19 പേരാണ് മരിച്ചത്, 347 പേർക്ക് പരിക്കേറ്റു. ഇതേ തുടർന്ന് അടിയന്തര മന്ത്രിസഭാ യോഗം വിളിച്ചു ചേർത്ത സർക്കാർ തിങ്കളാഴ്ച രാത്രി വൈകി നിരോധനം പിൻവലിച്ചു. പിന്നീട് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ബീഹാറിലെ SIR, അതായത് തീവ്ര തിരഞ്ഞെടുപ്പ് പട്ടിക പരിഷ്കരണം സംബന്ധിച്ച വാർത്തയാണ്. ആധാർ 12ാം രേഖയായി കണക്കാക്കണമെന്നാണ് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ അതിന് വേണ്ട രീതിയിലുള്ള ഒരു നിർദ്ദേശമൊന്നും നൽകിയിട്ടില്ല എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും പറയുന്നത് ആധാർ 12ാം രേഖയാണ്. അതേസമയത്ത് തന്നെ ഇലക്ഷൻ കമ്മീഷൻ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, പ്രതിപക്ഷം ശ്രദ്ധിക്കണം, CPM ശ്രദ്ധിക്കണം. അതായത് ഈ ആധാറും കൊണ്ടിട്ട് പൗരത്വത്തിന് വേണ്ടി അപേക്ഷിക്കരുത്, കാരണം അതൊരു പൗരത്വ രേഖയല്ല എന്നുകൂടി സുപ്രീം കോടതി വ്യക്തമാക്കുന്നുണ്ട് കേട്ടോ. അതായത് വാർത്ത ഇങ്ങനെയാണ്. ബീഹാറിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം, അതായത് SIR നടപടികളിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ച 11 രേഖകൾക്ക് പുറമെ 12ാം രേഖയായി ആധാറും ഉൾപ്പെടുത്താൻ സുപ്രീം കോടതി ഉത്തരവിട്ടു. ആധാർ പൗരത്വത്തിനുള്ള തെളിവല്ല എന്നും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള തിരിച്ചറിയൽ രേഖ മാത്രമാണ് എന്നും കൂടി സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ശരി, ഇനി പറയുന്നത് ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് ഇന്നാണ്. ഒരുപക്ഷെ ഈ വീഡിയോ പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ ഉപരാഷ്ട്രപതി ആരാണെന്ന് അറിയാനാകും. മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത, മുൻകൂർ ജാമ്യ ഹർജി. ഇതാണ് മുൻകൂർ ജാമ്യ ഹർജി നേരിട്ട് കേൾക്കൽ. കേരള ഹൈക്കോടതിയെ വിമർശിച്ച് സുപ്രീം കോടതി. അതായത് കേരള ഹൈക്കോടതി ഈ മുൻകൂർ ജാമ്യ അപേക്ഷയിൽ ഈ സെഷൻസ് കോടതിയുടെ ഉത്തരവിനെ മറികടന്നുകൊണ്ട് പലപ്പോഴും വളരെ 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 ലാവിഷായിട്ട് മുൻകൂർ ജാമ്യം അനുവദിക്കുന്നതിനെതിരെ സുപ്രീം കോടതിയുടെ ഒരു നിരീക്ഷണമാണ് ഇതിങ്ങനെയാണ്. ആദ്യം സെഷൻസ് കോടതിയെ സമീപിക്കാൻ ആവശ്യപ്പെടുന്നതിന് പകരം ക്രിമിനൽ കേസുകളിലെ മുൻകൂർ ജാമ്യ ഹർജികൾ കേരള ഹൈക്കോടതി നേരിട്ട് പരിഗണിക്കുന്നതിനെ വിമർശിച്ചിരിക്കുകയാണ് സുപ്രീം കോടതി. ഇത് പതിവാണ് എന്നും സുപ്രീം കോടതി പറഞ്ഞു. ഈ വിഷയത്തിൽ അമിക്കസ് ക്യൂറിയായി മുതിർന്ന അഭിഭാഷകൻ സിദ്ധാർത്ഥ് ലൂത്രയെ നിയമിച്ചുകൊണ്ട് ഹൈക്കോടതി രജിസ്ട്രാർ ജനറലിന് സുപ്രീം കോടതി നോട്ടീസ് അയച്ചിരിക്കുകയാണ്. പിന്നീട് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത പീച്ചി സ്റ്റേഷനിലെ മർദ്ദനമാണ് കേട്ടോ. പീച്ചി സ്റ്റേഷനിലെ മർദ്ദനം, അതായത് കുന്നംകുളത്തെ 4 പോലീസുകാർ നടത്തിയ അതിക്രൂരമായ മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നതിനെ തുടർന്ന് കേരളത്തിൽ ഉടനീളം പിണറായിയുടെ ഇടിയൻ പോലീസുകാർ, പിണറായിയുടെ ഈ കൊലയാളികളായ പോലീസുകാർ എന്ന് തന്നെ പറയട്ടെ. ജനമൈത്രി എന്ന് പറയുന്നത് പിണറായിയുടെ ഭരണത്തിന് കീഴിൽ ജനമൈത്രിയല്ല, ജനങ്ങളെ ഇടിച്ചിടിച്ച് കൊല്ലുന്ന പോലീസുകാരെ കുറിച്ചുള്ള വാർത്തകള് ഒരുപാട് വാർത്തകളാണ് അതിനുശേഷം പുറത്തു വന്നത്. ഇതാ ഈ കുന്നംകുളത്തെ ഈ അതിക്രൂരമായ സംഭവത്തിന് ശേഷം മറ്റൊരു അതിക്രൂരമായ സംഭവമായിരുന്നു പീച്ചിയിലുണ്ടായ പോലീസ് മർദ്ദനം. അപ്പം പീച്ചി സ്റ്റേഷനിലെ മർദ്ദനമാണ്. ഇൻസ്പെക്ടറോട് വിശദീകരണം തേടിയിരിക്കുകയാണ്, ശിക്ഷാ നടപടി ഉണ്ടാകും. അതായത് ഈ ഇൻസ്പെക്ടർക്കെതിരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു ഷോക്കോസ് നോട്ടീസ് കൊടുത്തിരുന്നു, ഇയാളതിന് മറുപടി ഒന്നും കൊടുത്തില്ല. അത്രയേ ഉള്ളൂ. പോലീസിൽ ഞങ്ങൾക്ക് എന്തും ചെയ്യാം, കാരണം എന്താണ്, ഞങ്ങളുടെ തലപ്പത്ത് ആരായിരിക്കുന്നത്, ഞങ്ങളുടെ തലപ്പത്ത് 1ാം നമ്പർ ഗുണ്ടയാണ് ഞങ്ങളുടെ മന്ത്രി എന്ന് പറയുന്നത് അതാണ് എന്ന തരത്തിലാണ് പോലീസുകാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പോലീസുകാരെ ഇമ്മാതിരി ഗുണ്ടാപ്പണിക്ക് നിർബന്ധിക്കുന്നത്, ചെയ്യിപ്പിക്കുന്നത് അതിന്റെ തലപ്പത്തിരിക്കുന്ന രാഷ്ട്രീയക്കാരാണ്. ആഭ്യന്തര വകുപ്പിന്റെ തലപ്പത്തിരിക്കുന്ന രാഷ്ട്രീയക്കാരന്റെ പേര് ഞാൻ വീണ്ടും പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ കാരണഭൂതന്റെ ഈ കുട്ടിഭൂതങ്ങളല്ല, കാരണഭൂതന്റെ ഭൂതഗണം ഇവരൊക്കെ രക്ഷാപ്രവർത്തനം നടത്തുകയാണ് എന്ന് കാരണഭൂതം പണ്ടേ പറഞ്ഞിട്ടുണ്ട്. ലൈസൻസ് കൊടുത്തതാണ്. നിങ്ങൾ മർദ്ദിച്ചോ, നിങ്ങൾ തലമണ്ടടിച്ച് പൊട്ടിച്ചോ, എന്നാലും നിങ്ങളെ ഞാൻ സംരക്ഷിക്കുമെന്ന് കാരണഭൂതം പറയുമ്പോൾ കാരണഭൂതത്തിന്റെ ശിങ്കിടികളായ പോലീസുകാർ ഇതിലപ്പുറവും ചെയ്യും. നന്നാക്കേണ്ടത് പോലീസുകാരെ അല്ല, നന്നാക്കേണ്ടത് കാരണഭൂതത്തെയും കാരണഭൂതത്തിന്റെ കൂട്ട് മന്ത്രിസഭയിലെ മറ്റു മരവാഴകളെയുമാണ്. പറഞ്ഞു മടുത്തു. പക്ഷേ ഇതാ ഏതാനും മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ജനങ്ങൾക്കറിയാം എങ്ങനെയാണ് കണക്ക് തീർക്കേണ്ടതെന്ന് ജനങ്ങൾക്ക് നല്ല ബോധ്യവും വിവരവുമുണ്ട്. ഏതായാലും ഈ പീച്ചി സ്റ്റേഷനിലെ സംഭവത്തെ കുറിച്ച് മാതൃഭൂമി 1-ാം പേജിൽ കൊടുത്തിരിക്കുന്ന വാർത്ത ഇങ്ങനെയാണ്. തൃശൂർ പീച്ചി പോലീസ് സ്റ്റേഷൻ മർദ്ദനത്തിൽ
ആരോപണ വിധേയനായ ഇൻസ്പെക്ടർ PM രതീഷിനെതിരെ വകുപ്പ് തല നടപടികൾ തുടങ്ങി. നേരത്തെ തന്നെ വകുപ്പ് തല നടപടികൾ തുടങ്ങിയതാണ്. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. ഇപ്പോഴിതാ വീണ്ടും വകുപ്പ് തല നടപടികൾ തുടങ്ങിയിരിക്കുന്നു. ശിക്ഷ തീരുമാനിക്കുന്നതിന് മുമ്പ് 15 ദിവസത്തിനുള്ളിൽ ഇത് സംബന്ധിച്ച വിശദീകരണം നൽകാൻ ദക്ഷിണമേഖല IG S ശ്യാം സുന്ദർ നോട്ടീസ് നൽകി. നേരത്തെ ഉത്തരമേഖല IG K സേതുരാമന്റെ അന്വേഷണത്തിൽ രതീഷിനെതിരെ കുറ്റം തെളിഞ്ഞിരുന്നു. രതീഷ് SI ആയിരിക്കെയാണ് സംഭവം. പണ്ട് കുറ്റമൊക്കെ തെളിഞ്ഞതാണ്, പക്ഷെ നടപടിയൊന്നും എടുത്തില്ല കേട്ടോ. 2023 മെയ് 24 മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നതോടെയാണ് നടപടികൾക്ക് ജീവൻ വെച്ചത്. നേരത്തെ ഉത്തരമേഖല IG അന്വേഷണം പൂർത്തിയാക്കി മിനിറ്റ്സ് ഉൾപ്പെടെ നൽകുകയും രതീഷിന് നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നു. 8 മാസമായിട്ടും രതീഷ് മറുപടി നൽകിയിരുന്നില്ല. മിടുക്കൻ, വിട്ടുമിടുക്കൻ. കാരണം കാണിക്കൽ നോട്ടീസിന് രതീഷ് 8 മാസമായിട്ടും മറുപടി ഒന്നും നൽകിയിരുന്നില്ല. അതിനെ തുടർന്ന് അതിനേക്കാൾ വലിയ രസം എന്താണെന്നറിയോ? അതായത് ഇതിനിടെ ഇൻസ്പെക്ടറായി സ്ഥാനക്കയറ്റം ലഭിച്ച് കൊച്ചി കടവന്ത്ര സ്റ്റേഷൻ ഹൗസ് ഓഫീസറായി നിയമിക്കപ്പെട്ടു. മൂപ്പര് ഈ എന്താ പറയാ ഷോക്കോസ് നോട്ടീസിന് മറുപടി ഒന്നും നൽകിയില്ല. അതേ സമയത്ത് തന്നെ ഇദ്ദേഹത്തെ എന്ത് ചെയ്തു? ഇദ്ദേഹത്തെ ഇങ്ങനെ സ്ഥാനക്കയറ്റം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് പിണറായി പോലീസ്. മനസ്സിലായല്ലോ? 17 നിരപരാധികളെയാണ് പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് പിണറായിയുടെ പോലീസ് ഇഡിയൻ പോലീസുകാര് കൊന്നുകളഞ്ഞത്. VD സതീശനൊക്കെ പ്രതിപക്ഷ നേതാവ് എന്നും പറഞ്ഞാണ്ട് ഇങ്ങനെ ഈ പ്രസ്താവന ഇറക്കി നടക്കുന്നതിന് പകരെ പിടിച്ചു പുറത്താക്കണം കാരണഭൂതത്തെയും സംഘത്തെയും 17 പേരെയാണ് കൊലക്ക് കൊടുത്തത് കേട്ടോ. 1ഉം 2ഉമല്ല, 17 പേരെ കസ്റ്റഡിയിൽ വെച്ച് കൊന്ന പിണറായി സർക്കാരിന്റെ പോലീസിനെതിരെയാണ് ജനരോഷം ഇപ്പോൾ തിളയ്ക്കുന്നത്. അപ്പൊ ഇത്രയൊക്കെയാണ് മാതൃഭൂമിയുടെ 1ാം പേജ് വാർത്ത. ഇതിലെ കാകദൃഷ്ടിയിൽ ഗോപീശൻ പറയുന്നത് എന്താണെന്നറിയോ? എനിക്ക് ചിലത് പറയാൻ തോന്നുന്നുണ്ട്. പരിപാടിക്ക് ആള് കുറഞ്ഞതിൽ സംഘാടകർക്ക് മുഖ്യമന്ത്രിയുടെ വിമർശനം കഴിഞ്ഞ ദിവസം ഏതൊരു മുഖ്യമന്ത്രി പങ്കെടുത്ത മീറ്റിംഗിലെ ഈ കേൾക്കാൻ ആളുകളൊന്നും വന്നില്ലത്രേ. ആളുകൾക്ക് പ്രാന്തല്ലല്ലോ, ആളുകൾക്ക് വിവരം വെച്ച് തുടങ്ങി. സഖാക്കൾക്ക് പോലും വിവരം വെച്ച് തുടങ്ങി. പിണറായി കാരണഭൂതം എവിടെ പ്രസംഗിക്കാൻ വന്നാലും ആൾക്കാർ അങ്ങോട്ടേക്ക് പോകാറില്ല. നിർബന്ധിച്ച് ആൾക്കാരെ ഭീഷണിപ്പെടുത്തിയിട്ടൊക്കെ കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കിയാട്ടെ. പണ്ടത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെയൊക്കെ പ്രസംഗം കേൾക്കാൻ വേണ്ടിയിട്ടേ ആളുകൾ ഇങ്ങനെ ഒഴുകിയെത്തുമായിരുന്നു. ഇപ്പോഴതല്ല. കാരണബോധം എവിടെ ഉണ്ടോ ആ ഭാഗത്തേക്ക് ആളുകൾ തിരിഞ്ഞു നോക്കില്ല. എന്നിട്ട് ഇതിൽ കാരണബോധം ചൂടായിട്ടൊന്നും കാര്യമില്ല. കാരണഭൂതമേ ചൂടായിട്ട് കാര്യമില്ല. നിന്നെ വെറുത്തു കഴിഞ്ഞു. കേരളത്തിലെ ഏറ്റവും വലിയ വെറുക്കപ്പെട്ടവൻ ആരാ എന്ന് ചോദിച്ചാൽ കാരണഭൂതമാണ്. ഞാനല്ല പറയുന്നത്. യോഗത്തിൽ ആളുകൾ പറഞ്ഞു, മനസ്സിലാക്ക് കാരണഭൂതമേ, ചൂടായിട്ട് കാര്യമില്ല. നിന്നെ അത്രമാത്രം കേരളത്തിലെ ജനങ്ങൾ വെറുത്തിരിക്കുന്നു. അതിന്റെ ലക്ഷണമാണ്. ഒന്നുകിൽ നന്നാകാൻ നോക്ക്, അതല്ലാതെ സംഘാടകരെ കുറ്റം പറയണം. വെറുക്കപ്പെട്ടവനെ. അതിന് VD സതീശന് മറുപടി ഉണ്ട് കേട്ടോ. എനിക്ക് ചിലത് കേട്ടാൽ കൊള്ളാമെന്നുണ്ട്. അതായത് മുഖ്യമന്ത്രി പറയാണ് എനിക്ക് ചിലത് പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ VD സതീശൻ പറയുന്നത് എനിക്ക് ചിലത് കേട്ടാൽ കൊള്ളാമെന്നുണ്ട്. അതായത് മുഖ്യമന്ത്രി ഇത് പറഞ്ഞാൽ കാരണബോധം ഇതുവരെ മിണ്ടിയിട്ടില്ല. ഈ കസ്റ്റഡിയിലെ ഈ ഇടിമുറികളെ കുറിച്ച്, കസ്റ്റഡിയിൽ നടക്കുന്ന ഇടിമുറികളെ കുറിച്ച്, അല്ലെങ്കിൽ ഈ പറയുന്ന ജനമൈത്രി പോലീസിന് പകരം തന്റെ പോലീസുകാർ മുഴുവനും ജനദ്രോഹ പോലീസുകാരാണ്, കൊലയാളി പോലീസുകാരാണ് എന്നുള്ളതിനെ കുറിച്ച് ഉയർന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം ആരോപണങ്ങളല്ല, തെളിവുകളെ കുറിച്ച് ഈ കാരണഭൂതം കമാന്നൊരക്ഷരം മിണ്ടിയിട്ടില്ല. അപ്പൊ ഇതൊക്കെയാണ് മാതൃഭൂമിയുടെ 1ാം പേജ്. ഇനി നമുക്ക് ഏറ്റവും രസകരമായി നമ്മുടെ ദേശാഭിമാനി പത്രം കൂടി ഒന്ന് നോക്കാം. ബാക്കി പത്രങ്ങളായതിനു ശേഷം ഞാൻ പറയാം കേട്ടോ. ദേശാഭിമാനിയുടെ ഏറ്റവും ടോപ്പ് എന്താണെന്നറിയോ? യുവതിക്ക് തുണയായി പോലീസ്. അതായത് പോലീസുകാര്, കേരളത്തിലെ ഇഡിയൻ പോലീസുകാരെ കുറിച്ച് പത്രങ്ങളും ദൃശ്യമാധ്യമങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ദേശാഭിമാനി വെള്ളപൂശിയാണ്. പോലീസുകാർ അങ്ങനെയൊന്നുമല്ല. പോലീസുകാര് വായി കൈയിട്ടാൽ കടിക്കാത്ത പോലീസുകാരാണ് എന്ന് ദേശാഭിമാനി നമ്മളോട് പറയുന്നു. ദേശാഭിമാനി മാത്രം വായിക്കുന്ന അന്തം കമ്മികൾ വിചാരിക്കും പിണറായിയുടെ പോലീസുകാരൊക്കെ എന്ത് നല്ല പോലീസുകാരാണ്. ഇതാ ഒരു അനുഭവം എന്താണെന്നറിയോ? ആത്മഹത്യാ മുനമ്പിൽ നിന്ന് ജീവിത തുരുത്തിലേക്ക് മേലെ തന്നെ കൊടുത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ്. യുവതിക്ക് തുണയായി പോലീസ് ആണ് തലക്കെട്ട്. ഈ വാർത്ത എന്താണെന്നറിയോ? അതായത് ഒരു യുവതി എന്തോ ഒരു മനപ്രയാസം കൊണ്ട് ആത്മഹത്യക്ക് ശ്രമിക്കുകയാണെന്ന് ഈ പെൺകുട്ടിയുടെ ഏതോ ഒരു സുഹൃത്ത് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് അറിയിച്ചത്രേ. പോലീസുകാർ ഉടനെ അതാ വാനും ജീപ്പും ഒക്കെ ആയിട്ട് പോലീസുകാർ നാടാകെ അരിച്ചു പറക്കുന്നു. ഏതാണ് പെൺകുട്ടി, പെൺകുട്ടിയെ രക്ഷിക്കണം. അങ്ങനെ പോലീസുകാർ നിമിഷങ്ങൾക്കകം പറന്നെത്തുന്നു. പെൺകുട്ടിയുടെ വീട്ടിൽ വാതിലിന് മുട്ടുന്നു. പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും വാതിൽ തുറക്കുന്നു. പോലീസുകാരെ എവിടെ പെൺകുട്ടി, എവിടെ നിങ്ങളുടെ മകൾ എന്ന് ചോദിക്കുന്നു. അവര് മുറിയിലേക്ക് ഓടുന്നു. മുറിയുടെ വാതിൽ തട്ടുന്നു. അപ്പോൾ ഇതാ പെൺകുട്ടി ചിരിച്ച മുഖവുമായി പുറത്തേക്ക് വരുന്നു. ആഹാ, ഞങ്ങൾ പെൺകുട്ടിയെ രക്ഷിച്ചിരിക്കുന്നു.
അതായത് കേരളത്തിലെ മാവേലി നാടുവാണിടുങ്ക നമ്മള് അതേപോലെ നമ്മള് പിണറായി വിജയൻ നാടുവാണിയിടുന്ന കാലത്ത് ഒരു പെൺകുട്ടിക്ക് ഒരു മനപ്രയാസം ഉണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് ഒന്ന് വിളിച്ചു പറഞ്ഞാൽ പോലീസുകാർ പറന്നെത്തും. ആ വീട്ടിലെ അച്ഛനും അമ്മയും പോലും തന്റെ മകൾക്ക് എന്തെങ്കിലും ഒരു വിഷമുണ്ട് എന്ന് അറിയുന്നതിന് മുമ്പേ പോലീസുകാർ അത് അറിഞ്ഞിട്ട് പോലീസുകാർ ആ കുട്ടിയെ രക്ഷിക്കും. അത്രേ എന്റെ മക്കളെ, ന്യായീകരണ ക്യാപ്സ്യൂൾ എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് ന്യായീകരണ ക്യാപ്സ്യൂൾ. തൊണ്ടി തട്ടി ചത്തു പോട്ടോ. ഇതാണ് ആത്മഹത്യാ മുനമ്പിൽ നിന്ന് ജീവിത തുരുത്തിലേക്ക്. വാർത്ത ഞാൻ വായിക്കുന്നില്ല, ഞാൻ പറഞ്ഞു തന്നെയാണ് വാർത്ത. ഇനി പോലീസിനെതിരായ പ്രചാരണം UDF രക്ഷിച്ചെടുക്കാൻ അമിത വ്യഗ്രത. അതായത് UDF രക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണത്രേ ഈ ഇല്ലാത്ത പോലീസ് മർദ്ദനത്തെ കുറിച്ച് പറയുന്നതെന്ന് ഈ വെട്ടാവളിയന്മാര് പറയാണ്. ഈ ദേശാഭിമാനിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ജേർണലിസ്റ്റുകൾക്ക് ഒരു ഉളുപ്പം ആണുണ്ടെങ്കിൽ രാജിവെച്ച് പോയിക്കോടോ. അറിയാഞ്ഞിട്ട് ചോദിക്കുകയാണ്. അതായത് ഈ പറയുന്ന പീച്ചിയിലും കുന്നംകുളത്തും അതിനുശേഷം നാടായ നാട്ടിൽ മുഴുവനും പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന അതിക്രമത്തിന്റെ CCTV ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടും ഇവര് പറയാണ് UDF രക്ഷിച്ചെടുക്കാൻ അമിത വ്യഗ്രത. UDF രക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണത്രേ രക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണത്രേ ഈ വാർത്തയൊക്കെ കൊടുക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ, ഇവർക്കൊക്കെ എന്നാ നേരം വിളിക്കുക. ഈ വാർത്ത വലിയ രസമാണ്. ഇത് അങ്ങനെയാണ്. അതായത് 2 വർഷം മുമ്പ് നടന്ന പോലീസ് മർദ്ദനത്തിന്റെ പേരിലെ മാധ്യമ ആഘോഷത്തിന് പിന്നിലുള്ളത് നിലയില്ലാ കയത്തിലകപ്പെട്ട UDF രക്ഷിച്ചെടുക്കാനുള്ള വ്യഗ്രത. നിലയില്ലാ കയത്തിലകപ്പെട്ട UDF രക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അത്രേ 2 വർഷം മുമ്പുള്ള പോലീസിന്റെ മർദ്ദനത്തെ കുറിച്ച് പത്രങ്ങളൊക്കെ വാർത്ത കൊടുക്കുന്നത്. പോലീസുകാര് ഉരുട്ടി കൊന്നാലൊക്കെ പത്രങ്ങൾക്ക് എന്തിനാ വാർത്ത കൊടുക്കുന്നത്? പത്രങ്ങളെ ഏത് വാർത്ത കൊടുക്കേണ്ടത്? അതായത് ഒരു പെൺകുട്ടിയെ പോലീസുകാർ പറന്നു വന്നിട്ട് ഈ പെൺകുട്ടിയെ രക്ഷിച്ചില്ലേ, ആ വാർത്തയല്ലേ കൊടുക്കേണ്ടത്? പോലീസുകാരെ ആൾക്കാർ ഇടിച്ചു കൊല്ലും, പിണറായിയുടെ പോലീസ് ആൾക്കാർ ഇടിച്ചു കൊല്ലും, ഉരുട്ടി കൊല്ലും, ഇതൊക്കെ ഞങ്ങൾ ചെയ്യും. പക്ഷെ വാർത്ത കൊടുക്കരുത് എന്നാണ് ദേശാഭിമാനിക്കാർ പറയുന്നത്. UDF രക്ഷിച്ചെടുക്കാൻ അമിത വ്യഗ്രത. ഇനി അടുത്ത പാരഗ്രാഫിൽ ഇങ്ങനെ പറയുന്നത്, കോൺഗ്രസ് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ലൈംഗിക പീഡന ഗർഭഛിദ്ര ആരോപണങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ കേട്ടുകേൾവിയില്ലാത്തതാണത്രേ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ലൈംഗിക ആരോപണങ്ങളെ കേരള രാഷ്ട്രീയത്തിൽ കേട്ടുകേൾവിയില്ലാത്തതാണെന്ന് പറയുകയാണ് ദേശാഭിമാനി. ഉളുപ്പില്ലാത്തൊരു പത്രം നോക്കിയാട്ടെ. ഇവർക്ക് അപ്പൊ PK ശശിയെ അറിയില്ല, P ശശിനെ അറിയില്ല, മുകേഷിനെ അറിയില്ല. ഇമ്മാതിരി ഏറ്റവും വലിയ സ്ത്രീപീഡകന്മാരെ മൊത്തം സംരക്ഷിക്കുന്ന പാർട്ടി പറയാണ്, ആ പാർട്ടിയുടെ മുഖപത്രം പറയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ത്രീപീഡന കഥയിൽ ആകെ ഞെട്ടിയിരിക്കുകയാണ് അത്രേ. എന്താ പറയുന്നത്? കോൺഗ്രസ് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ലൈംഗിക പീഡന ഗർഭഛിദ്ര ആരോപണങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ കേട്ടുകേൾവിയില്ലാത്തതാണ്. കേരള രാഷ്ട്രീയത്തിൽ ഇങ്ങനെ കേട്ടുകേൾവിയേ ഇല്ല. നല്ലൊരു മുകേഷിനെതിരെ ഒരാരോപണം ഇല്ല. ഒരു പെൺകുട്ടീനെ കടന്നു പിടിച്ച് ബലാത്സംഗം ചെയ്തു, കേസായി. ഞങ്ങളെ പോലീസിന്റെ കേസെടുത്തത്, ഒരു പ്രശ്നമില്ല. PK ശശി ഇതേപോലെ, P ശശിയും ഇതേപോലെ, ശ്രീരാമകൃഷ്ണൻ ഇതേപോലെ, ഐസക് ഇതേപോലെ. പറഞ്ഞ തീരില്ല. ഈ പറയുന്ന സഖാക്കന്മാരുടെ കാമപ്പേക്കൂത്തുകൾ പറഞ്ഞാൽ തീരില്ല. പക്ഷേ അതൊക്കെ എന്താണ്? ശ്രീമതി ടീച്ചറോ AK ബാലനും മറ്റേ സാധനം ഇറക്കി നോക്കിയപ്പം അതിന് ഇന്നില്ല, തീവ്രത ഇല്ലാത്തതാണ് ഞങ്ങളെ പീഡനത്തിന് തീവ്രതയില്ല. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പീഡനത്തിനാണത്രേ എന്താ പറയാ തീവ്രത. ഇയാൾ എന്തൊരു മെസ്സേജ് അയച്ചു. അവസാനം എന്താ സ്ഥിതിഗതികളൊക്കെ മാറുകയാണ്. ഓണത്തിന് പിണറായി വിജയന്റെ ആശംസയും ഉണ്ടായിരുന്നു, ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആശംസയും ഉണ്ടായിരുന്നു ഫേസ്ബുക്കിൽ. രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടിയ ജനപിന്തുണ, ലൈക്കുകളും ഷെയറുകളും പിണറായിയുടെ ആശംസക്ക് കിട്ടിയതിന്റെ 10 ഇരട്ടിയായിരുന്നു. എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു, രാഹുൽ മാങ്കൂട്ടം അത്ര വലിയ അപരാധമൊന്നും ചെയ്തിട്ടില്ല. രാഹുൽ മാങ്കൂട്ടം ഒരു പെൺകുട്ടിയെയും കയറി പിടിച്ചിട്ടില്ല, ഒരു പെൺകുട്ടിയെയും ഗർഭിണിയാക്കിയിട്ടില്ല, ഒരു പെൺകുട്ടിയെയും ബലാത്സംഗം ചെയ്തിട്ടില്ല. ഇമ്മാതിരി സഖാക്കന്മാർ ചെയ്യുന്ന തെണ്ടിത്തരം, തെമ്മാടിത്തരം, നെറികെട്ട ചെറ്റത്തരം രാഹുൽ മാങ്കൂട്ടം ചെയ്തിട്ടില്ല എന്ന് ഇവിടുത്തെ ജനങ്ങൾക്കറിയാം. ഇപ്പം മറ്റേ ബാംഗ്ലൂരേക്ക് പോയിക്കാണത്രേ. അവിടെ എന്താ പറയാ ഗർഭചിത്രമൊക്കെ നാട്ടിൽ നടക്കുന്നതാണോ ഗർഭചിത്രം? പെൺകുട്ടികളെ ഒരു യുവാവുമായി പരസ്പര ബന്ധത്തിലേർപ്പെട്ടാൽ, ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടാൽ പെൺകുട്ടികൾ ഗർഭിണിയാവും. അതിനിപ്പോ എന്തത്ര വലിയ വിശേഷം? ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഏതായാലും ദേശാഭിമാനിയുടെ 2 വാർത്തകൾ. പോലീസുകാർ മഹാന്മാരാണ് എന്നാണ് ദേശാഭിമാനി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. CCTV ദൃശ്യങ്ങളൊന്നും ആരും ശ്രദ്ധിക്കണ്ട. കുന്നംകുളത്ത് പോലീസുകാര് ഇതേപോലെ ചെവിക്കല്ലടിച്ചു പൊട്ടിക്കും. നമ്മുടെ പീച്ചിയിലെ പോലീസുകാർ ചെകിട്ടത്തടിക്കും. ഇതൊക്കെ ചെയ്യും.
പക്ഷേ അതൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, വാർത്ത കൊടുക്കാൻ പാടില്ല എന്നാണ് ദേശാഭിമാനി പറയുന്നത്. ദേശാഭിമാനിയുടെ അടുത്ത വാർത്ത മെയിൻ സ്റ്റോറി എന്ന് പറയുന്നത് കൊലയാളി രാഷ്ട്രവുമായി കരാർ എന്നാണ്. കൊലയാളി രാഷ്ട്രം ഏതാണ്? കൊലയാളി രാഷ്ട്രം ഇസ്രായേൽ. ഇസ്രായേൽ കൊലയാളി രാഷ്ട്രമാണ്. ഇസ്രായേലില് പണ്ട് ഹമാസുകാരെ ഇസ്രായേലിലെ പിഞ്ചു കുട്ടികളെ ശ്രദ്ധിക്കണം നിങ്ങള്, 2 വർഷം മുമ്പ് ഒരു ഒക്ടോബർ മാസത്തിൽ 2023 ഒക്ടോബറിൽ ഒരിക്കലും നമ്മൾ മറക്കില്ല, ഇസ്രായേലിൽ കടന്നു കയറി 1400ഓളം പിഞ്ചു കുട്ടികളെ, സ്ത്രീകളെ അരുങ്കൊല ചെയ്തു. കഴുത്തറുത്ത് അവരുടെ മൃതശരീരത്തിൽ കയറി നിന്ന് മൃതശരീരത്തിൽ തുപ്പി. ആ രീതിയിലുള്ള കൊടും ക്രൂരത ഹമാസ് ഭീകരന്മാർ ചെയ്തു. അതിനുള്ള തിരിച്ചടിയാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇസ്രായേൽ വേറെ കയറിങ്ങാണ്ട് വെറുതെ ഈ പറയുന്ന ഹമാസിനെതിരെ അല്ലെങ്കിൽ ഗാസയിൽ ഇസ്രായേൽ വെറുതെ പോയിങ്ങാണ്ട് അവിടെ ആക്രമണം നടത്തുകയല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ, ഇത് ഇന്ത്യയിലായിരുന്നെങ്കിലോ? ഇന്ത്യയിൽ ഹമാസ് കടന്നു കയറി ഇവിടുത്തെ 1400ഓളം കുട്ടികളെയും സ്ത്രീകളെയും അരുങ്കൊല നടത്തിയാൽ ഇവിടെ മിണ്ടാതിരിക്കണോ? കൈയും കെട്ടിരിക്കണോ? തിരിച്ചടിക്കില്ലേ? പിന്നെ ഹമാസിന്റെ പൊടിയുടെ കൂടെ ഇസ്രായേൽ അതാ ചെയ്തത്. അപ്പൊ ഇസ്രായേൽ ആരാണ്? കൊലയാളി രാഷ്ട്രം. ഇവര് തീരുമാനിക്കും ഇസ്രായേൽ എന്ന് പറയുന്ന കൊലയാളി രാഷ്ട്രമാണ്. ഹമാസ് പിന്നെ ഞമ്മന്റെ ആൾക്കാര്. ഇപ്പം മിണ്ടില്ല. ഹമാസ് ഞങ്ങളെ ആൾക്കാര്, ഹമാസിന് വേണ്ടി വെല്ലിപ്പാപ്പന്റെ മക്കളൊക്കെ ഹമാസിന്റെ ആൾക്കാരാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പണ്ട് ഇവർക്ക് വേണ്ടിയിട്ട് എന്താ പറയാ പ്രതിഷേധ സംഗമങ്ങള്, ഐക്യദാർഢ്യ സംഭവങ്ങളൊക്കെ നടത്തിയതായിരുന്നു. അവസാനം എന്തായി? ഇലക്ഷനിൽ ഒരു വോട്ടും കിട്ടിയില്ല, ഒരു മുസ്ലിം വോട്ടും കിട്ടിയില്ല. അവസാനമാണ് മുസ്ലിങ്ങളെ മുഴുവനാണ്ട് കൈയൊഴിഞ്ഞ് ഇനി ആ പേരിൽ കുറെ ഹിന്ദുക്കളുടെ വോട്ടും പോയപ്പോ അവസാനം ഹിന്ദുക്കളുടെ വോട്ട് എങ്ങനെങ്കിലും ഞങ്ങൾക്ക് ഉറപ്പിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ വെള്ളാപ്പള്ളിന്റെ തോളിലൊക്കെ കൈയിട്ടിട്ട് വെള്ളാപ്പള്ളി നമ്മുടെ സ്വന്തം ആള്, വെള്ളാപ്പള്ളിയും പറയുന്നു പിണറായി വിജയൻ കീ ചെയ്യുന്നു വിളിക്കുന്നു, പിണറായി പറയുന്നു വെള്ളാപ്പള്ളി കീ ചെയ്യുന്നു വിളിക്കുന്നു. ഇമ്മാതിരി തോന്നിയാസാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞാൽ തീരില്ല. അതുകൊണ്ട് ഇത്രേ പറയുന്നുള്ളൂ. അപ്പൊ ഇത്രയൊക്കെയാണ് ദേശാഭിമാനിയിലെ ന്യായീകരണ ക്യാപ്സ്യൂള്. സഖാക്കന്മാർ ഇത് വായിക്കുമ്പോ വെള്ളം മുന്നിൽ കൊണ്ടുവെക്കണം കേട്ടോ. തൊണ്ടയിൽ തട്ടി ചത്തുപോകും. അതുകൊണ്ട് ഇന്നത്തെ ദേശാഭിമാനി വായിക്കുമ്പോ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക എന്ന് മാത്രമാണ് പറയാനുള്ളത്. ബാക്കി പത്രങ്ങളും ബാക്കി വിശേഷങ്ങളും ഒരുപാടുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം, സംസാരിക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.